ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിന്ദുസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ശശിയേട്ടൻ കെട്ട് നിറച്ച് പോകുന്ന ദിവസമാണ്. പുതിയമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു കെട്ടുനിറ. മാലയിട്ടത് ഞങ്ങളുടെ വീടിനടുത്തുള്ള കൊളങ്ങോട്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്നായിരുന്നു. ഡിസംബർ 12-നായിരുന്നു മാലയിട്ടത്. ഇന്ന് 20-ാം തീയതി കെട്ട് നിറച്ച് ശബരിമലയ്ക്ക് പോവുകയാണ്. അപ്പം ഞങ്ങളെല്ലാവരും ഉണ്ട് പുതിയമ്പലത്തിൽ നിന്ന്. വിവേകാനന്ദ ട്രാവൽസ് വഴിയാണ് പോകുന്നത്. 4 ഫ്രണ്ട്സ് ഉണ്ട് കൂടെ. കെട്ടുനിറയ്ക്കുള്ള ഒരു പ്രധാന ചടങ്ങാണ് നെയ്ത്തേങ്ങ നിറയ്ക്കൽ. നെയ്ത്തേങ്ങയ്ക്ക് നമ്മൾ നല്ലൊരു തേങ്ങ തിരഞ്ഞെടുക്കും, 3 കണ്ണുള്ള. എന്നിട്ട് അതിൻ്റെ പുറത്തൊക്കെ നല്ല വൃത്തിയാക്കി ചുരണ്ടി കളഞ്ഞ് അതിൽ ഒരു 3 കണ്ണുള്ളതിൽ ഒരു കണ്ണ് തേങ്ങേൻ്റെ നമ്മൾ തുരന്നെടുക്കും. എന്നിട്ട് അതിലുള്ള വെള്ളമൊക്കെ കളയും. അപ്പോൾ അത് നമ്മുടെ ശരീരത്തിനെയാണ് കാണിക്കുന്നത്. നമ്മുടെ അവഗുണങ്ങളാകുന്ന ആ ഉള്ളിലുള്ള വെള്ളമൊക്കെ നമ്മൾ കളയും. എന്നിട്ട് അതിൽ നമ്മൾ സദ്ഗുണങ്ങളായ നെയ്യ് നിറയ്ക്കുകയാണ് ചെയ്യുക. നമ്മുടെ തൃക്കണ്ണ് തുറന്ന് നമ്മൾ സ്വയം ആരാണെന്ന് തിരിച്ചറിഞ്ഞ് ഈശ്വര ചൈതന്യം കുടികൊള്ളിക്കുകയാണ് നമ്മളിൽ തന്നെ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ പ്രതിനിധീകരിക്കുന്നതാണ് ഈ നെയ്ത്തേങ്ങ നിറയ്ക്കൽ. മാലയിട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മൾ അവരെ ഒരു ഈശ്വര ചൈതന്യമുള്ളവരായിട്ടാണ് കാണുന്നത്. സ്വാമി എന്നാണ് പിന്നെ വിളിക്കാറ്. കെട്ടുനിറയ്ക്ക് വേണ്ട സാധനങ്ങൾ: കറുപ്പ് ഇരുമുടി, നെയ്യ്, പപ്പടം, പോർക്ക്, അരി, മലര്, കർപ്പൂരം, സാമ്പ്രാണി, ശർക്കര, 18-ാം പടിയിൽ ഉടയ്ക്കാനുള്ള തേങ്ങകൾ, പിന്നെ അവില്, ചരട്, പിന്നെ ഒരുപാട് സാധനങ്ങൾ കെട്ടുനിറയ്ക്ക് ആവശ്യമുണ്ട്. ഇരുമുടിക്കെട്ട് നിറയ്ക്കാൻ പോവാണ്. ഇരുമുടിക്കെട്ടില്ലാതെ ഒരാൾക്കും 18-ാം പടി കയറാൻ പറ്റില്ല. മുൻകെട്ട്, പിൻകെട്ട് എന്ന് പറഞ്ഞ 2 ടൈപ്പ് കെട്ട് കെട്ടും. മുൻകെട്ടിൽ അരിയും പിന്നെ വഴിപാടിനുള്ള സാധനങ്ങൾ, നെയ്ത്തേങ്ങ, ഇതെല്ലാം മുൻകെട്ടിലാണ് വയ്ക്കുക. അതിൽ അവർ ഓം എന്ന് അടയാളപ്പെടുത്തും. പിൻകെട്ടിൽ വേറെ സ്ഥലങ്ങളിൽ ഉടയ്ക്കാനുള്ള നാളികേരങ്ങൾ, കുത്തരി, ഇതൊക്കെ പിൻകെട്ടിലും ഉണ്ട്. ഞാൻ ചാർജ് ആയാലേ എനിക്ക് പവർ ബാങ്ക് വേണ്ട. ഉള്ള സാധനം നമുക്ക് ഇവിടെ
കണ്ടു. ഇതാണ് ബിജു. ബിജുവിൻ്റെ ഭാര്യയും അച്ഛനും അമ്മയും മകനും ഒക്കെ വന്നിട്ടുണ്ട്. ബിജുവിൻ്റെ കിട്ടുന്ന ചടങ്ങാണ്. ഒരാളും കൂടി ഇല്ലേ? തല തൊലി പോകണ്ടേ? ആ
വെയിറ്റ് ഉണ്ടോ? ഒരു 10 തല കയറ്റി വെക്കണം. ഞാൻ കൊണ്ടുപോയി 2 ഉണ്ട്. ഇനി നമ്മൾ പുതിയമ്പലം എന്ന് വിളിക്കുന്ന ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൻ്റെ കുറച്ച് ചരിത്രത്തിലേക്ക് പോവാം. 1910 മെയ് 10 നമ്മുടെ ശ്രീനാരായണ ഗുരുസ്വാമി സ്വയം പ്രതിഷ്ഠിച്ച ക്ഷേത്രമാണ് പുതിയമ്പലം അല്ലെങ്കിൽ ശ്രീകണ്ഠേശ്വര ക്ഷേത്രം. ഇവിടുത്തെ ഉത്സവങ്ങളൊക്കെ വളരെ പ്രസിദ്ധമാണ്. അയ്യന്മാർക്കായി ഒരു ക്ഷേത്രം വേണമെന്ന ആവശ്യം വന്നപ്പോൾ അവരെല്ലാവരും കൂടി തീരുമാനിച്ചുറപ്പിച്ച് കമ്മിറ്റി കൂടി ഉണ്ടാക്കിയൊരു ക്ഷേത്രമാണ് ഈ ശ്രീകണ്ഠേശ്വര ക്ഷേത്രം. 2017 നമ്മുടെ പ്രൈം മിനിസ്റ്റർ മോദിജി കോഴിക്കോട് വന്നപ്പോൾ സന്ദർശിച്ച ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ ശ്രീകണ്ഠേശ്വര ക്ഷേത്രം. എന്തൊരു മംഗളകർമ്മം ചെയ്യുമ്പോഴും നമ്മൾ തേങ്ങ ഉടയ്ക്കാറുണ്ട്. ഇവിടെ തേങ്ങ ഉടയ്ക്കുന്നതിലൂടെ നമ്മുടെ ദേഹാഭിമാനമാണ് കളയുന്നത്. നമ്മുടെ 5 വികാരങ്ങൾ കാമ, ക്രോധ, ലോഭ, മോഹ, അഹങ്കാരങ്ങളൊക്കെ ദൈവത്തിന് മുന്നിൽ എറിഞ്ഞുടക്കുകയാണ് എന്നാണ് വിശ്വാസം. ഈ മുന്നിൽ നടന്നു വരുന്നതാണ് അജി. ഒരുപാട് വർഷം ബഷീറിൻ്റെ കൂടെ ഗൾഫിലുണ്ടായൊരു ഫ്രണ്ടാണ്. ഓണത്തിനുള്ള വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ കൂടെ ഉണ്ട് ഇപ്പോൾ കമ്പനിയിൽ. പിന്നെ എല്ലാവരും ബസ്സിനടുത്തേക്ക് നടക്കുകയാണ്. അങ്ങനെ കന്നിസ്വാമിയായ ശശിയേട്ടൻ്റെ കന്നിയാത്ര ഇവിടെ ആരംഭിച്ചു. മടങ്ങി വരുമ്പോൾ ഒരു പുതിയ മനുഷ്യനായി വരുമെന്ന് ഉറപ്പുണ്ട്. എല്ലാവരും ഈ വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം, എല്ലാം ചെയ്യണം. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിക്കുന്നു. ബൈ. സമയം 3 ആയിട്ടുണ്ടാവും. വരുന്ന ബൈ. പാട്ടൊക്കെ ഉണ്ട്.